ശ്രീലങ്കയിലെ ട്രഡീഷണൽ ഡാൻസും പിന്നെ ഫയർ ഡാൻസ് ഒക്കെ ഭയങ്കര പോപ്പുലറാണ് കേട്ടോ. അപ്പം കാൻഡിയിൽ അത് ഒരു സ്ഥലത്ത് നടപ്പുണ്ട്. പക്ഷേ നമ്മൾ കുളിച്ചിട്ടൊക്കെ വരാൻ ലേറ്റായി. അപ്പോൾ 5:15 അത് തുടങ്ങുന്നത്. 6 മണിക്ക് പക്ഷേ നമുക്ക് ഫയർ ഡാൻസ് കാണാൻ പറ്റും. ഈ ഡാൻസിന് 2000 രൂപയാണ് കേട്ടോ. അതായത് 2000 ശ്രീലങ്കൻ റുപ്പീസാണ് നമുക്ക് എൻട്രൻസ് ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആയത് കാരണം ഫയർ ഡാൻസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഈ ഇറങ്ങി വരുന്നില്ലേ 2 പേര്, ഇവരാണ് ഈ ഫയർ ഡാൻസിലെ പ്രധാന 2 കഥാപാത്രങ്ങൾ. ഈ ഫയർ ഡാൻസിന് ജിജി സിസില എന്നാണ് പറയുന്നത്. ഇത് ദക്ഷിണ ശ്രീലങ്കൻ അഗ്നി നൃത്തമാണ്. ഈ നൃത്തം തീയെയും പിന്നെ മനുഷ്യരാശിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന 27 ഭൂതങ്ങളുടെ മേലുള്ള ഒരു ആധിപത്യത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഡാൻസ് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുക. അതായത് ഒരു നെഗറ്റീവ് എനർജിയില്ലേ, ഈ ഭൂതം പ്രേതം ഇവരെയൊക്കെ ഇത് ഒന്ന് പേടിപ്പിച്ച് വിടാനായിട്ട് രാത്രി കാലങ്ങളിൽ ഇത് പണ്ട് കാലത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു നൃത്തകലാരൂപമാണ്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിലൊക്കെ അഗ്നികാവടി നടത്തത്തില്ലേ, തീക്കനലിൻ്റെ പുറത്തൂടെ നടക്കുന്നതൊക്കെ നേർച്ച എന്തോ സംഭവം, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതേ കണക്ക് ഇവിടെ ഇവർ അഗ്നിയുടെ പുറത്തൂടെ നടപ്പുണ്ട് കേട്ടോ. അഗ്നി കനലല്ല, ശരിക്കും കത്തുന്ന തീരെ പുറത്തൂടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഫയർ ഡാൻസ് കാണുമല്ലോ, ഒന്നുമല്ല. ശരിക്കും പേടിച്ചു പോയി കേട്ടോ ഞാൻ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശ്രീലങ്കയിൽ വന്നിട്ട് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സംഭവം കാണാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കണ്ടോ, ഈ മതിൽ ഇവർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവരുടെ ഫയർ ഡാൻസിൻ്റെ ട്രഡീഷണൽ രീതി. കണ്ടോ, ഈ സംഭവമൊക്കെ വെച്ചിട്ട് അവർ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും. പിക്ചറൊക്കെ കാൻഡിയൻ ഡാൻസിൻ്റെയാണ്. ശ്രീലങ്കയിലെ നാഷണൽ ഡാൻസ് ആണ് കേട്ടോ കാൻഡിയൻ ഡാൻസ്. കാൻഡിയൻ എന്ന് പറയുന്ന ഒരു കിങ് ഭരിച്ചുകൊണ്ടിരുന്നത് 16-19 സെഞ്ചുറിയിലൊക്കെ. ആ സമയത്താണ് ഇത് ഈ ഒരു കലാരൂപം ഉടലെടുത്തത്. കാൻഡിയൻ ഡാൻസ് 4 വെറൈറ്റീസ് ഉണ്ട്. പെണ്ണുങ്ങളല്ല കേട്ടോ, ആണുങ്ങളാ ഇവിടുത്തെ നൃത്തരൂപത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ആൾക്കാരെ. ഈ ഒരു തീമിലൊക്കെ ആയിരിക്കും അവർ ഡാൻസ് കളിക്കുന്നത്. ഈ കാണുന്നത് ശ്രീലങ്കൻ ജയിലാണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉണ്ടായിരുന്ന ജയിലാണ്. ഇവിടെ തൂക്കിലേറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൂക്ക് ശിക്ഷ വിധിക്കുന്നവരെയൊക്കെ ഇവിടെയാണ് തൂക്കിലേറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ല കേട്ടോ, ഇതിപ്പോൾ ഒഴിഞ്ഞു കിടക്കുക. ഇതാണ് കേട്ടോ ആ ജയിലിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇവിടെ ഫ്ലെക്സൊക്കെ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ഭംഗിയായിരിക്കും. ഈ ജയിലിൻ്റെ പേര് ബൊഗംബാര പ്രിസൺ എന്നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ക്രൈസിസിന് മുമ്പ് ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഒരെണ്ണം ആയിരിക്കും. കാരണം ഇവിടെ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈഡിൽ ഈട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം ഭയങ്കര മോശമായിട്ടിരിക്കുക. ആ ഒരു വൈബ് നല്ല ലുക്കാണ് ഇതിന്. പക്ഷേ ആകെ നാശമായിട്ടിരിപ്പുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളിങ്ങനെ ചുമ്മാ തേരാപ്പാല നടന്നപ്പോഴേ ഇവിടെ അച്ചിച്ചാറു ആൻഡ് ബൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ഒന്നുമല്ല കേട്ടോ. ഒരു ലോക്കൽ കടയാണ്. സിംഗള ഭാഷയിലൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ അച്ചാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കാരക്കയില്ലേ, അത് ഇവിടെ ഉണ്ട് കേട്ടോ. ട്രിവാൻഡ്രക്കാർക്ക് അറിയായിരിക്കും കാരക്ക എന്താണെന്ന്. അമ്പഴങ്ങ കണക്ക് വേറൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് പിന്നെ നമ്മുടെ ലൗലോലിക്കയില്ലേ, അതിൻ്റെയൊക്കെ അച്ചാറ് കാര്യങ്ങൾ. സ്വീറ്റ് വേർഷനാണ് ഈ ഗ്രീൻ കളറ്, സ്പൈസി വേർഷൻ ഈ റെഡ് കളർ. അപ്പോൾ ഞാൻ അത് ഒരെണ്ണം പറഞ്ഞ് ഹൗ മച്ച് 100 റുപ്പീസാണ് കേട്ടോ അത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം മേടിക്കാം. ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്, സ്പൈസിയാണ് കേട്ടോ. അതായത് ഈ കാരക്ക പഴുക്കുമ്പോൾ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ സ്പൈസിയാണ്. കൊള്ളാം ബ്രോ, നൈസ്. ഞങ്ങളിപ്പോൾ കാൻഡി സിറ്റി സെൻറ്ററിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബുദ്ധയുടെ ആ രൂപം സ്റ്റാച്ചു ഇല്ലേ, അത് കാണാൻ പറ്റും. ഈ സിറ്റി സെൻറ്ററിന് ചുറ്റുമൊക്കെ കുറേ ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ എന്താ പറയാനാ, എക്സ്പോ ഒക്കെ നടക്കത്തില്ല. ഇത് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. നമുക്ക് ഫുഡ് സ്ട്രീറ്റ് തന്നെയാണോ ഇത്? നമുക്ക് വല്ല ഫുഡ് ഉണ്ടോ നോക്കാം. ബാ,
നമ്മുടെ ജിലേബി കണക്കൊരു സ്വീറ്റ് കേട്ടോ. ഇതിൻ്റെ പേര് ഉണ്ടുവേൽ എന്നാണ്. 60 റുപ്പീസാണ്. ഇവിടെ തന്നെ നമ്മുടെ നാട്ടിലെ ദോശയൊക്കെ ഉണ്ട്, പക്ഷെ അതിനെ തോസ എന്നെങ്ങാട്ടോ പറയുന്നത്. പൈസ Yeah. What's the name of this? Name? Name Unnudu Vade. Name Unnudu Vade. Okay. 60 rupees. 60. Okay. 6. ഉഴുന്ന് വടയാണോ ഇത്? ചെറിയ ചൂടുണ്ട്. 60 റുപ്പീസ് കൊടുക്കും. മഞ്ഞൊക്കെ. ഇതിന്റെ പേര് മഞ്ഞൊക്കെ എന്നാണ് കേട്ടോ. എത്ര രൂപയാണ് ചോദിച്ചോക്കട്ടെ? മഞ്ഞൊക്കെ. Okay. It's traditional dish. Sri Lankan traditional dish. M-A. N-Y. Yams. Maniok yams. Oh, maniok yams. Okay. Kitty. How much? 40. ഇത് ശ്രീലങ്കൻ സ്വീറ്റ് ആണ് കേട്ടോ. കൈൻഡ് ഓഫ് നമ്മുടെ ജിലേബി കണക്കാണ്. ഷുഗർ സിറപ്പിലേക്ക് ഇങ്ങനെ മുങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയല്ല, ചെറിയ രീതിക്ക് മുങ്ങിക്കിടക്കുവാണ്. ഇതിൻ്റെ പേര് ഞാൻ മേടിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ എനിക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പം ഞാൻ മറന്നു കേട്ടോ. ഈ അമ്പലപ്പറമ്പിലൊക്കെ കാണത്തില്ലേ കുഴലപ്പം എന്നൊക്കെ പറയുന്നത്? താങ്ക് യു. ഓക്കെ ബൈ. കൈൻഡ് ഓഫ് അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ, കുഴലപ്പത്തിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ കുറച്ചുകൂടെ കട്ടിയാണ്, എന്നാലും കൊള്ളാം. ചെറിയ ഉപ്പ് രസമുണ്ട്, സ്വീറ്റാണ്. ഉഴുന്നുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കെന്ന് തോന്നുന്നു. ഉഴുന്നും അരി കേട്ടോ, കൊള്ളാം. പിന്നെ ഇതിൻ്റെയും പേര് ഞാൻ മറന്നുപോയി. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സ്നാക്കാണ്. ഭയങ്കര ക്രിസ്പി ഉണ്ടോ, സൂപ്പർ കൊള്ളാം. അയ്യോ ഇത് കിടും. ഇത് ഞാൻ ഒരെണ്ണം കൂടെ മേടിക്കും, അത്രയും നല്ലതാണ്. പിന്നെ ഇത് ഉഴുന്നുവട. ഇത് മേടിച്ച സമയത്ത് ചൂടുണ്ടായിരുന്നു, ഇപ്പം ചൂട് പോയി. നല്ല ക്രിസ്പിയാണ്. ഇവിടെയും ഉഴുന്ന് വട അങ്ങനെ എന്തുവാ പറയുന്നത്. ചട്നിക്ക് വേറെന്തോ ടേസ്റ്റ്. ഇതേ നമ്മുടെ ഇഡ്ഡലി ഇല്ലേ, അത് കഴിക്കുന്ന കണക്കുണ്ട് എനിക്ക്. അതൊരു ഉഴുന്നുവടയും ഇഡ്ഡലിയും കൂടെ ചേർന്ന് വന്നാൽ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ്, അതേ കണക്ക് കൊള്ളാം കേട്ടോ. പക്ഷെ ചട്നിക്ക് നമ്മുടെ നാട്ടിലെ ടേസ്റ്റില്ല, വേറെന്തോ ടേസ്റ്റാണ്. പക്ഷെ മോശമില്ല കേട്ടോ, കൊള്ളാം. കണ്ടോ, ഇത് സ്വീറ്റ് സ്ട്രിങ് ഹോപ്പേഴ്സ് ആണ്. ഇതിന് 50 റുപ്പീസാണ്. 50 റുപ്പീസ് എന്നാൽ ശ്രീലങ്കൻ റുപ്പീസ് 50ആണ്. അതായത് നമ്മുടെ ഇടിയപ്പം ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് എന്തോ സാധനം വെച്ചേക്കുന്നത്. തേങ്ങയും ശർക്കരയും അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉള്ളിൽ ഫില്ലിംഗ് അടി കൊഴുക്കട്ടയുടെ ഒക്കെ ഉള്ളിൽ തേങ്ങയും ശർക്കരയൊക്കെ വെക്കുമല്ലോ, അതിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന്. ഇത് വേറെ കൈൻഡ് ഓഫ് ടേസ്റ്റാ. കൊള്ളാം. നമ്മുടെ നാട്ടിലെ കുറുക്കാണ് ഇത്. എന്തോ ശ്രീലങ്കൻ ഡ്രിങ്ക് ആണ് കേട്ടോ, കുറുക്കാന്നാ പറഞ്ഞേ. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂവരവിൻ്റെ കുറുക്കില്ലേ, അതാണ്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, കുടിക്കാൻ നല്ല രസമാണ് ഇത്. സത്യം പറയാം ഇതിന് കുറുക്കാണ്, അതായത് കുറുക്ക എന്നങ്ങാണ്ട് അവർ പറയുകയാണെങ്കിലും ഇത് ആക്ച്വലി കുറുക്കാണ്. നല്ല ഫ്ലേവറാണ്. ചെറിയ ജിഞ്ചറിൻ്റെയും കാർഡമത്തിൻ്റെയും പിന്നെ ചെറിയ സോൾട്ട് ഉണ്ട്. മധുരം സോൾട്ടിനേക്കാളും കുറച്ചുകൂടെ മുമ്പന്തിയിലുള്ളൂ. ഭയങ്കര സ്വീറ്റ് അല്ല, എന്നാൽ ഭയങ്കര തിക്കല്ല കേട്ടോ. കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയാണ്, കുടിക്കാൻ ഒരു സുഖമുണ്ട്. കൊള്ളാം. 50 റുപ്പീസ് അതിന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഇത് ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും അമ്മമാരാട്ടോ, വീട്ടമ്മമാരാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡല്ലേ, അപ്പോൾ അതിന് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും.
ഇത് നമ്മുടെ നാട്ടിൽ ചുണ്ടൻ കടലില്ലേ, അത് പുഴുങ്ങിയിട്ടൊരു സാലഡ് കണക്കാണ്ടോ. സ്പൈസി ആയിട്ടും തരും, നോൺ സ്പൈസി ആയിട്ട് തരും, ലിറ്റിലാണെങ്കിൽ അങ്ങനെയും തരും കേട്ടോ. 100 rupees നല്ല സ്പൈസിയാണ് കേട്ടോ. ഞാൻ മീഡിയം സ്പൈസിയാണ് പറഞ്ഞത്, എന്നിട്ട് പോലും ഭയങ്കര സ്പൈസിയാണ്. കൊഞ്ച് പൊടിയിലെ ചെറിയ ഫ്ലേവർ ഉണ്ട് കേട്ടോ, ഉണക്ക കൊഞ്ചില്ലേ അതിൻ്റെ. എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും അവർ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ സ്പൈസിയാണ്, എനിക്കാണെങ്കിൽ ഒത്തിരി സ്പൈസി പറ്റത്തില്ല. നമ്മളിവിടെ ബേക്കറിയിൽ നിന്നൊരു ഓംലെറ്റ് ബണ്ണ് മേടിച്ചിട്ടോ, 130 രൂപയാണ്. ബ്ലൂബെറി ഫ്ലേവർ ഐസ്ക്രീമാണ് കേട്ടോ. ഇതിൽ ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലൂബെറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറവ് ബോറായിട്ടുണ്ട്. നമ്മുടെ ചുമക്കുള്ള കപ്പ് സിറപ്പ് ഇല്ലേ, അതേ കണക്കല്ലേ.